ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, നടി ഷക്കീലയ്ക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് കഴുത്തിന് ഡാമേജ് ഉണ്ടായിട്ട് അവർക്ക് കഴുത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു, 3 ലക്ഷം രൂപ ചിലവ് വന്നു എന്നൊക്കെ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം പലരും എന്നോട് ചോദിച്ചതാണ്, ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴുത്തിന് കംപ്ലയിൻറ്റ് വരുന്നതെന്ന്. ഈ നടി ഷക്കീല ആരെന്ന് ഒരുപക്ഷെ ഇപ്പോഴത്തെ ജെൻസി കിഡ്സിന് അറിയില്ലായിരിക്കാം. എന്നാൽ 80s 90s കിഡ്സിൽ ഒരു കാലത്ത് ഒരു സൂപ്പർ ലേഡി എന്ന് പറയുന്നത് ഷക്കീല തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവർ ഇപ്പോൾ ഒരുപക്ഷെ അറൗണ്ട് ഒരു 45 അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവാം. പക്ഷേ ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊബൈൽ ഉപയോഗം, ഇരുന്നും കിടന്നും ഉപയോഗിക്കുന്നതായിരുന്നു അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് അവർ തന്നെ പറയുകയുണ്ടായി. എന്താണ് ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടെക്സ്നെക്ക് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ടെക്സ്നെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാ മനുഷ്യനും ഉണ്ടാകാം. ഇതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. എന്നാൽ ഈ ഒരു അവസ്ഥ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് പലർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സി ഷേപ്പിലാണ് കഴുത്തിൻ്റെ എല്ലുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന സാഹചര്യം, മൊബൈലിൽ നോക്കിയിരിക്കുന്ന എപ്പോഴൊക്കെയാണ്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കും, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും, ഓഫീസിലിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് മൊബൈൽ നോക്കും, ഓഫീസിലാണെങ്കിലോ ലാപ്ടോപ്പ് യൂസ് ചെയ്യും, അതും ഇങ്ങനെ കുനിഞ്ഞായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് അത്രയും കണ്ടിന്യൂസ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന് ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ കഴുത്തിന് ഇത് വലിയ രീതിക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നിവർന്നിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് ആവറേജ് ഒരു 7-8 കിലോ ഭാരമുണ്ട്. ഈ കഴുത്തിനെ താങ്ങി നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ എല്ലുകളും കഴുത്തിലുള്ള മസിലുകളുമാണ് ചെയ്യുന്നത്. എന്നാൽ കഴുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ ആംഗിൾ മുമ്പിലേക്ക് നിൽക്കും. ഇത് കഴുത്തിന് നോർമലി ഉള്ള ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ളൊരു കർവ് ക്രമേണ മാറിയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ നട്ടെല്ല് നിവർന്നു വരുന്നതിന് കാരണമാകും. ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന എന്താണ്? നമുക്ക് കഴുത്തിലുള്ള മസിലുകൾക്ക് വരുന്ന വേദന, മറ്റു അസ്വസ്ഥത, ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗത്ത് അസഹ്യമായ വേദന, കഴപ്പ്, നടുവിൻ്റെ ഭാഗത്തേക്ക് കഴപ്പ്, കൈയുടെ തോളലിലേക്ക് വേദന. ഇതാണ് തുടക്കത്തിലെ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ചിലർക്ക് ഇതോടൊപ്പം തലവേദന, തലയ്ക്ക് പെരുപ്പ്, തലയ്ക്ക് ഒരു ആട്ടം പോലെ, നമ്മൾ കുനിഞ്ഞിട്ട് വരുമ്പോഴെല്ലാം പെട്ടെന്ന് ചെറിയൊരു ബാലൻസ് പോകുന്നവരുള്ള ബുദ്ധിമുട്ടെല്ലാം കണ്ടു എന്ന് പറയും. ഇതെല്ലാം കഴുത്തിൻ്റെ മസിൽ സ്ട്രെയിൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുനിഞ്ഞിരിക്കുന്ന സമയത്ത് കഴുത്തിലെ എല്ലിന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആകുന്നതിന് പകരം തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ കഴുത്ത് എല്ല് വളഞ്ഞു തുടങ്ങും. ഇങ്ങനെ വളഞ്ഞു തുടങ്ങുമ്പോൾ ഈ കഴുത്തിൻ്റെ ഡിസ്ക് ക്രമേണ ഒരു ഭാഗത്തേക്ക് തള്ളുകയും കഴുത്തിൽ നിന്നും കൈയിലേക്ക് പോകുന്ന നാഡികൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് ഞെരുങ്ങുകയും ചെയ്യും. ക്രമേണ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? കൈകളിലേക്ക് വേദന വരും, കൈകളിൽ ഈ ഒരു ഭാഗത്തേക്ക് വേദന വരും, കൈകൾക്ക് പെരുപ്പ്, കൈകൾക്ക് പിരുപിരുപ്പ്, കൈകൾക്ക് വേദന. നമ്മൾ കയ്യിൽ വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് പൊക്കാൻ ശ്രമിക്കുക, വലിക്കാൻ ശ്രമിക്കുക, എല്ലാം ചെയ്യുന്ന സമയത്ത് കഴുത്തിൽ പെയിൻ വരുന്ന സാഹചര്യം ഉണ്ടാവും, കൈകൾക്ക് മരവിപ്പുണ്ടാവും, വളരെ ഫൈനായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം കഴുത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഇത് മൊബൈൽ ഫോൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കുന്നത് മാത്രമല്ല പ്രോബ്ലം. മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കുക, നിങ്ങൾ കിടക്കുന്ന പൊസിഷൻ എന്ത് ചെയ്യും? തലയണ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് ചരിഞ്ഞ് വെച്ചായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് കഴുത്തിലുള്ള മസിലുകൾക്കുണ്ടാക്കുന്ന സ്ട്രെയിൻ ഭയങ്കരമാണ്. എന്തെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് വരുന്ന തലവേദന, കണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് പുറകിലേക്കുള്ള വേദന, ഓർക്കാനം, കഴുത്തിൻ്റെ ഭാഗത്ത് അസഹ്യമായ വേദന, ഇതെല്ലാമാണ് തുടക്കത്തിലേ കാണുന്ന ലക്ഷണം. പക്ഷേ ഇത് തുടർച്ചയായിട്ട് നിന്ന് കഴുത്തിൻ്റെ നെർവിന് കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വരാം. ഈ ഒരു പ്രശ്നം, ഈ ടെക്സ്നെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാലാണ് ഓപ്പറേഷൻ വേണ്ടി വരിക. ഒരുപക്ഷേ ഈ ഒരു പ്രായം കഴിഞ്ഞ് മെനോപോസൊക്കെ ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലുകൾക്ക് തേയ്മാനവും മസിലുകളുടെ ശോഷിപ്പും വളരുമ്പോൾ വളരെ പെട്ടെന്ന് ഈ പ്രശ്നം മൂർച്ഛിക്കുകയും കയ്യിലേക്ക് പോകുന്ന നാഡികൾക്ക് കംപ്രഷൻ വരികയും ചെയ്യും. ഒരുപക്ഷേ ഈ ഒരു അവസ്ഥയായിരിക്കാം നടി ഷക്കീലയ്ക്ക് ഓപ്പറേഷൻ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയത്. ഈ ഒരു പ്രശ്നം മൊബൈൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് വരാം. കഴിഞ്ഞൊരു 15 വർഷത്തിൻ്റെ ഇടയിലാണ് മൊബൈൽ ഫോൺ, പ്രത്യേകിച്ച് നമുക്ക് ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങിയതിന് പിന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മൊബൈൽ ഡിപ്പെൻഡ് ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുക. അവർ കുട്ടിക്കാലം മുതലേ ഈ ഒരു പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 30-35 വയസ്സാകുമ്പോൾ കഴുത്തിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്നെക്ക് സിൻഡ്രോം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇങ്ങനെ മുകളിലേക്ക്, ഞാൻ ചരിഞ്ഞ് നിന്ന് കാണിച്ചു തരാം. നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്തിനാണ് സ്ട്രെയിൻ. നമ്മളിങ്ങനെ മുകളിലേക്ക് വെച്ച് ഉപയോഗിക്കുക, കഴിയുന്നത്ര കാണാനായിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ ഉപയോഗിക്കാൻ നോക്കുക. ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളുടെ ഒരേ ലൈനിലേക്ക് അതിൻ്റെ സ്ക്രീൻ വരുന്ന രീതിയിലേക്ക് ഇരിക്കുക. നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് മാറ്റിയിട്ട് നിവർത്തി വയ്ക്കുക. നമ്മളൊരു സ്കെയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പെൻസിലോ വെച്ചിട്ട് കഴുത്തും
നമ്മുടെ ഈ തലയും തമ്മിലുള്ള ആംഗിൾ നോക്കുക. ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞിരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട എക്സസൈസാണ് ടെക്സ്റ്റ് നെക്ക് എക്സസൈസ് എന്ന് പറയും. ഈ വ്യായാമം റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിനുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക. അതോടൊപ്പം നിങ്ങൾ ജിമ്മിൽ വല്ലതും പോയിട്ട് ബാക്കിലെയും ചെസ്റ്റിലെയും മസിൽസിന് വ്യായാമം ചെയ്യുമ്പോൾ ഈ മസിലുകൾക്ക് ഒരുപാട് സ്ട്രെയിൻ വരികയോ കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനം വരുന്നതിന് ചെറുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ പോലെ ഭാവിയിൽ വരുന്ന കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും പറ്റും. ഇതിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചില വ്യായാമങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ നിങ്ങൾ നോക്കിക്കൊള്ളുക. നിങ്ങളിങ്ങനെ ചുവരിൻ്റെ സൈഡിലോ വല്ലതും ഇങ്ങനെ ചേർന്ന് നിന്നതിന് ശേഷം താടിയിൽ നമ്മളിങ്ങനെ കൈവിരൽ മുട്ടിക്കുക. കൈവിരൽ മുട്ടിച്ചതിന് ശേഷം തല ഇങ്ങനെ ഗ്രാജ്വലി ബാക്കിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഗ്രാജ്വലി റിലീസ് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് കഴുത്തിൻ്റെ പുറകിലുള്ള മസിലുകൾക്ക് നല്ലൊരു വ്യായാമമാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലീസ് ചെയ്യുക. ഇത് തുടർച്ചയായിട്ട് ഒരു 10 തവണ മുതൽ 20 തവണ വരെ ആവർത്തിക്കുക. ഓഫീസിൽ ഇരിക്കുമ്പോഴോ വീട്ടിൽ നിൽക്കുന്ന സമയത്തോ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴോ ടി വി കാണുമ്പോഴെല്ലാം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ഇത് ചെയ്യുന്നത് കഴുത്തിൻ്റെ മസിലുകളെയും കഴുത്തിൻ്റെ എല്ലിനെയും നമുക്ക് ഒരുപാടൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. അതോടൊപ്പം രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത്, നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം താടിയിൽ ഇങ്ങനെ മുട്ടിക്കുക. എന്നിട്ട് താടി താഴേക്ക് പ്രസ് ചെയ്യുക, കൈ മുകളിലേക്ക് പ്രസ് ചെയ്യുക. നിങ്ങൾ മേശപ്പുറത്ത് കൈ വെച്ചിട്ടെല്ലാം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ പ്രസ് ചെയ്തൊരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കഴുത്തിലുള്ള മസിലുകൾക്ക് ആ ഒരു സ്ട്രെയിൻ വരുന്നത് മനസ്സിലാവും. ഇതും കഴുത്തിലെ മസിലുകൾക്ക് ചെയ്യുന്ന ടെക്സ്റ്റ് നെക്ക് എക്സസൈസ് എന്ന് പറയും. മൂന്നാമത്തത്, കൈകൾ ഇങ്ങനെ പുറകിൽ പിടിച്ചുകൊണ്ട് തല ഇങ്ങനെ ബാക്കിലേക്ക് പ്രസ് ചെയ്യുക, കൈകൾ മുമ്പിലേക്ക് പ്രസ് ചെയ്യുക. ഈ ഒരു എക്സസൈസും ഒരു 10 തവണ ആവർത്തിക്കുക. ഇതുകൂടാതെ കഴുത്തിന് ചെയ്യുന്ന നെക്ക് റൊട്ടേഷൻസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കഴുത്തിന് ചെയ്യുന്ന വ്യായാമങ്ങളും ശരീരത്തിന് പ്രത്യേകിച്ച് ബാക്കിനും ചെസ്റ്റിനും ഒക്കെ ചെയ്യുന്ന വ്യായാമങ്ങൾ വഴിക്ക് ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഞാനീ പറഞ്ഞ കാര്യം നിർബന്ധമായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. ഇപ്പോൾ ഒരു പ്രശസ്തയായ നടിയായിട്ടുള്ള ഷക്കീലയ്ക്ക് ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കഴുത്തിന് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം വരുമെന്നൊക്കെ തന്നെ സംശയം തോന്നുന്നത്. ഇത് ഒരുപാട് പേർക്ക് വരും കാലത്ത് അസുഖം വരുന്നതിനെ ബാധിക്കുന്നതിനെ ഒഴിവാക്കി പ്രിവെൻറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ആർക്കും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാതിരിക്കട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.